കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. PSC മലയാളം സീരീസിൽ ഇന്ന് എതിർലിംഗം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പല രീതിക്ക് PSCക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ഒരു വാക്ക് തന്നിട്ട് എതിർലിംഗം എഴുതുക, പുല്ലിംഗമാണെങ്കിൽ സ്ത്രീലിംഗം കണ്ടെത്തണം, സ്ത്രീലിംഗമാണെങ്കിൽ പുല്ലിംഗം കണ്ടെത്തണം. അതുപോലെ തന്നെ കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ 4 ഓപ്ഷനിൽ 3 പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആയിരിക്കും, കൂട്ടത്തിൽ പെടാത്തൊരു ഓപ്ഷനും ഉണ്ടായിരിക്കും. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഒരുപാട് തിയറികളൊന്നും പഠിക്കാനില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2024 2025 ചോദിച്ചിട്ടുള്ള എതിർലിംഗങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ SCERTയിലും ഒക്കെ മറ്റും വന്നിട്ടുള്ള വാക്കുകൾ, അതിൻ്റെ എതിർലിംഗങ്ങളും പഠിക്കുക. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു വാക്ക് തന്നാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു എതിർലിംഗം കണ്ടെത്താൻ പറ്റുന്ന രീതിക്കാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എതിർലിംഗം, സ്ത്രീലിംഗം, പുല്ലിംഗം. ഒരു വസ്തുവിൻ്റെ ജീവിവർഗങ്ങളിലെ ആകെ വസ്തുക്കളെ നമുക്ക് ലിംഗത്തിൻ്റെ രീതിക്ക് 3ആയിട്ട് തിരിക്കാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. പുല്ലിംഗം എന്ന് പറയുന്നത് എന്താണ്? ആൺവർഗത്തിൽപ്പെട്ടതാണ് പുല്ലിംഗം. സ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ പെൺവർഗത്തിൽപ്പെട്ടത്. നപുംസകലിംഗം എന്ന് പറയുന്നത് പുല്ലിംഗമെന്നോ സ്ത്രീലിംഗമെന്നോ ഒന്ന് വേർതിരിച്ചാൻ പറ്റാത്ത വസ്തുക്കളെയാണ് നപുംസകലിംഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 3 ലിംഗങ്ങളാണ് വരുന്നത്: പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. ദെൻ ലിംഗപ്രത്യയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യയങ്ങൾ വെച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. ലിംഗപ്രത്യയങ്ങൾ. പുല്ലിംഗത്തിൻ്റെ പ്രത്യയം അൻ, അതായത് അവൻ എന്നൊക്കെ പറയുന്നത് അൻ. പുല്ലിംഗത്തിൻ്റെ പ്രത്യയമായിട്ട് വരുന്നത് അൻ ആണ്. സ്ത്രീലിംഗത്തിന് കൂടുതൽ പ്രത്യയങ്ങളുണ്ട്. അൾ, ചി, ടി, ഇ, തി. അൾ അറിയുമ്പോൾ അവള്, ചി അറിയുമ്പോൾ തടിച്ചി എന്നൊക്കെ ഉദാഹരണമാണ്. ടി അറിയുന്നത് ടി പ്രത്യയത്തിൽ കണിയാട്ടി, അടിയാട്ടി ഒക്കെ സ്ത്രീലിംഗങ്ങളാണ്. ദെൻ ഇ അറിയുമ്പോൾ ഒരുപാടുണ്ട്. ദേവി, തങ്കച്ചി, പൗരി, സിംഹി ഒക്കെ വരുന്നുണ്ട്. തി അറിയുമ്പോൾ ഇടയത്തി എന്ന് പറയുന്നത് തീ പ്രത്യയത്തിൽ വരുന്ന സ്ത്രീലിംഗമാണ്. ദെൻ നപുംസകലിംഗത്തിൻ്റെ പ്രത്യയം അം, ത്. അപ്പോൾ പുല്ലിംഗം അന്ന്, സ്ത്രീലിംഗം അൾ, ചി, ടി, ഇ, തി. നപുംസകലിംഗം അം, ത്. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം വാക്കുകൾ അതിൻ്റെ എതിർലിംഗങ്ങളും പഠിക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ പുല്ലിംഗമാണ് തന്നിട്ടുള്ളത്. സ്ത്രീലിംഗം ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യം ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ഇത് മുഴുവൻ പുല്ലിംഗങ്ങളാണ്, ഇതിൻ്റെ സ്ത്രീലിംഗം സ്വയം ഒന്ന് കണ്ടെത്തി വെക്കുക. അതിനുശേഷം ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ വിശകലനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കാൻ കഴിയും. അപ്പോൾ പുല്ലിംഗങ്ങളാണ് തന്നിട്ടുള്ളത്: ദ്വിജൻ, കണിയാൻ, ഗണകൻ, ദൗഹിത്രൻ, യാദവൻ, രാഷ്ട്രികൻ, വേദി. ഇതിൻ്റെ എല്ലാം സ്ത്രീലിംഗം എന്താണ്? വീഡിയോ പൗസ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താം. അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്യുക. ദ്വിജൻ എന്ന് പറയുന്നത് സ്ത്രീലിംഗം ദ്വിജ എന്നാണ്. കണിയാന് കണിയാട്ടി, ഗണകൻ ഗണകി, ദൗഹിത്രൻ ദൗഹിത്രി, യാദവൻ യാദവി, രാഷ്ട്രികൻ രാഷ്ട്രിക, വേദി വേദിക. നെക്സ്റ്റ് പുല്ലിംഗങ്ങളാണ്: അക്കിത്തിരി, നമ്പി, മൂസത്ത്, മാരാറ്, അടിയൻ, സഖാവ്, സേവകൻ. ഇതിൻ്റെ സ്ത്രീലിംഗങ്ങളായിട്ട് വരുന്നത് അക്കിത്തിരി, പത്തനാടി, അക്കിത്തിരി പത്തനാടി, നമ്പി നങ്ങ, മൂസത്ത് മനയമ്മ, മാരാറ് മാരാത്തി അല്ലെങ്കിൽ മാരസ്യാർ എന്നും വരാം, അടിയൻ അടിയാട്ടി, സഖാവ് സഖി, സേവകൻ സേവിക. അപ്പോൾ അക്കിത്തിരി, പത്തനാടി, നമ്പി, നങ്ങ, മൂസത്ത്, മനയമ്മ, മാരാറ് മാരാത്തി അല്ലെങ്കിൽ മാരസ്യാർ, അടിയൻ അടിയാട്ടി, സഖാവ് സഖി, സേവകൻ സേവിക. നെക്സ്റ്റ് പുല്ലിംഗങ്ങൾ: ഭവാൻ, നരൻ, പരിചാരകൻ, പതി, പാപി, ബുദ്ധൻ, ഭിക്ഷു. സ്ത്രീലിംഗങ്ങളായിട്ട് വരുന്നത് ഭവാന് ഭവതി, നരൻ നാരി, പരിചാരകൻ പരിചാരിക, പതി പത്നി, പാപി പാപിനി, ബുദ്ധൻ ബുദ്ധ, ഭിക്ഷു ഭിക്ഷുകി. അപ്പോൾ ഭവാന് ഭവതി, നരൻ നാരി, പരിചാരകൻ പരിചാരിക, പതി പത്നി, പാപി പാപിനി, ബുദ്ധൻ ബുദ്ധ, ഭിക്ഷു
ഭിക്ഷുകി. നെക്സ്റ്റ് മടയൻ, ക്ഷത്രിയൻ, പ്രസംഗകൻ, ഭീമൻ, കിരാതൻ, വിമോചകൻ, സാക്ഷി. സ്ത്രീലിംഗം വരുന്നത് മടയൻ, മടയി, ക്ഷത്രിയൻ, ക്ഷത്രിയാണി, പ്രസംഗകൻ, പ്രസംഗക, ഭീമൻ, ഭീമ, കിരാതൻ, കിരാതി, വിമോചകൻ, വിമോചിക, സാക്ഷി, സാക്ഷിണി. മടയൻ, മടയി, ക്ഷത്രിയൻ, ക്ഷത്രിയാണി, പ്രസംഗകൻ, പ്രസംഗക, ഭീമൻ, ഭീമ, കിരാതൻ, കിരാതി, വിമോചകൻ, വിമോചിക, സാക്ഷി, സാക്ഷിണി. നെക്സ്റ്റ് ഭ്രാതാവ്, ജാമാതാവ്, ഗൃഹസ്ഥൻ, ശ്വശുരൻ, മനീഷി, വിദ്വാൻ, കലമാൻ. സ്ത്രീലിംഗം വരുന്നത് ഭ്രാതാവ്, ഭഗിനി, സ്വസാവ്. ഭ്രാതാവ് എന്ന് പറയുന്നത് സഹോദരൻ എന്നാണ് വരുന്നത്. ഭഗിനി അപ്പോൾ സഹോദരി, സ്വസാവും എന്താണ് സഹോദരിയാണ്. ഭ്രാതാവ്, ഭഗിനി അല്ലെങ്കിൽ സ്വസാവ്. ജാമാതാവ്, സ്നുഷ. ജാമാതാവിൻ്റെ അർത്ഥം വരുന്നത് മരുമോൻ എന്നാണ്. സ്നുഷ അറിയുമ്പോൾ മരുമോള്. ജാമാതാവ്, സ്നുഷ. ഗൃഹസ്ഥൻ, ഗൃഹിണി. ശ്വശുരൻ, ശ്വശ്രു. ശ്വശുരൻ എന്ന് പറയുന്നത് എന്താണ് അമ്മായിയപ്പൻ. ശ്വശ്രു അമ്മായിയമ്മ വരും. ദെൻ മനീഷി, മനീഷിനി. മനീഷിൻ്റെ അർത്ഥം വരുന്നത് ബുദ്ധിമാൻ എന്നാണ്. ബുദ്ധിയുള്ളവൻ. മനീഷിനി ബുദ്ധിയുള്ളവൾ. വിദ്വാൻ, വിദുഷി, കലമാൻ, പേടമാൻ. വിദ്വാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭ്രാതാവ്, ഭഗിനി, സ്വസാവ്. ജാമാതാവ്, സ്നുഷ. ഗൃഹസ്ഥൻ, ഗൃഹിണി. ശ്വശുരൻ, ശ്വശ്രു. മനീഷി, മനീഷിനി. വിദ്വാൻ, വിദുഷി. കലമാൻ, പേടമാൻ. നെക്സ്റ്റ് കീക്കടം, വാരി, കരി, ചകോരം, വിരഹി, മാതുലൻ, നേതാവ്. കീക്കടം സ്ത്രീലിംഗം വരുന്നത് കീക്കടി. കീക്കടമത്തിൻ്റെ അർത്ഥം വരുന്നത് എന്താണ് ആൺകുതിരക്കാണ് കീക്കടം എന്ന് പറയുന്നത്. അപ്പോൾ കീക്കടി പെൺകുതിര. വാരി, വാരിണി. വാരി പറയുന്നത് കൊമ്പനാന. വാരിണി പിടിയാന. കരി, കരിണി. ചകോരം, ചകോരി. ചകോരം എന്ന് പറയുന്നത് എന്താണ് ചകോരം ചെമ്പോത്ത്. ആൺ ചെമ്പോത്തിനെയാണ് ചകോരം എന്ന് പറയുന്നത്. ചകോരി പെൺ ചെമ്പോത്ത്. വിരഹി, വിരഹിണി. മാതുലൻ, മാതുലാനി. മാതുലൻ എന്നറിയുന്നത് അമ്മാവനാണ്. മാതുലാനി അമ്മായി. നേതാവ്, നേത്രി. കീക്കടം, കീക്കടി. വാരി, വാരിണി. കരി, കരിണി. ചകോരം, ചകോരി. വിരഹി, വിരഹിണി. മാതുലൻ, മാതുലാനി. നേതാവ്, നേത്രി. ദെൻ പൂജാരി, ദൂതൻ, മോഷ്ടാവ്, ഗായകൻ, ഘാതകൻ, നിരൂപകൻ, അഭിഭാഷകൻ. പുല്ലിംഗങ്ങളാണ്. സ്ത്രീലിംഗം വരുന്നത് പൂജാരി, പൂജാരിണി. ദൂതൻ, ദൂതി. മോഷ്ടാവ് സ്ത്രീലിംഗം മോഷ്ടി. ഗായകൻ, ഗായിക എന്ന് വരും. ഗായകി എന്നും വരും. ഘാതകൻ, ഘാതകി അല്ലെങ്കിൽ ഗാതിക. നിരൂപകൻ, നിരൂപിക. അഭിഭാഷകൻ, അഭിഭാഷിക. അപ്പോൾ പൂജാരി, പൂജാരിണി. ദൂതൻ, ദൂതി. മോഷ്ടാവ്, മോഷ്ടി. ഗായകൻ, ഗായിക അല്ലെങ്കിൽ ഗായകി. ഘാതകൻ, ഘാതകി അല്ലെങ്കിൽ ഘാതിക. നിരൂപകൻ, നിരൂപിക. അഭിഭാഷകൻ, അഭിഭാഷിക. ദെൻ ഗവേഷകൻ, പ്രേക്ഷകൻ, ഉദ്ഘാടകൻ, ശ്രോതാവ്, യോദ്ധാവ്, യാചകൻ, കർത്താവ്. സ്ത്രീലിംഗം വരുന്നത് ഗവേഷകൻ, ഗവേഷിക. പ്രേക്ഷകൻ, പ്രേക്ഷിക. ഉദ്ഘാടകൻ, ഉദ്ഘാടിക. ശ്രോതാവ്, ശ്രോതി. യോദ്ധാവ്, യോദ്രി. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. യാചകൻ, യാചിക. കർത്താവ്, കർത്തൃ. അപ്പോൾ ഗവേഷകൻ, ഗവേഷിക. പ്രേക്ഷകൻ, പ്രേക്ഷിക. ഉദ്ഘാടകൻ, ഉദ്ഘാടിക. ശ്രോതാവ്, ശ്രോതി. യോദ്ധാവ്, യോദ്രി. യാചകൻ, യാചിക. കർത്താവ്, കർത്തൃ. നെക്സ്റ്റ് അങ്ങൂന്ന്, കൈമൾ, തമ്പി, പണ്ടാല, നമ്പൂതിരി, ചാക്യാറ്, ഉണ്ണി. അങ്ങൂന്ന്
സ്ത്രീലിംഗം വരുന്നത് കൊച്ചമ്മ. അങ്ങൂന്ന് കൊച്ചമ്മ, കൈമള് കുഞ്ഞമ്മ, തമ്പി തങ്കച്ചി, പണ്ടാലയും കുഞ്ഞമ്മയാണ്, നമ്പൂതിരി അന്തർജനം, ചാക്യാറ് കെട്ടിലമ്മ, ഉണ്ണി ഇട്ടി. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അങ്ങൂന്ന് കൊച്ചമ്മ, കൈമള് കുഞ്ഞമ്മ, തമ്പി തങ്കച്ചി, പാണ്ടാല കുഞ്ഞമ്മ, നമ്പൂതിരി അന്തർജനം, ചാക്യാറ് കെട്ടിലമ്മ, ഉണ്ണി എട്ടി. ദെൻ നെക്സ്റ്റ് ഉണ്ണിത്താൻ, ചാക്യാറ്, നമ്പ്യാറ്, താതൻ, പൊതുവാള്, പൗരൻ, സിംഹം. സ്ത്രീലിംഗം വരുന്നത് ഉണ്ണിത്താൻ ഇട്ടിയമ്മ. ഉണ്ണി അറിയണത് ഇട്ടിയായിരുന്നു. ഉണ്ണിത്താൻ ഇട്ടിയമ്മ. ചാക്യാറ് ഇല്ലോടമ്മ, നമ്പ്യാറ് നങ്ങ്യാറ്, താതൻ താതച്ചി, പൊതുവാള് പൊതുവാൾസ്യാർ, പൗരൻ പൗരി, സിംഹം സിംഹി. ഉണ്ണിത്താന് ഇട്ടിയമ്മ, ചാക്യാറ് ഇല്ലോടമ്മ, നമ്പ്യാറ് നങ്ങ്യാറ്, താതൻ താതച്ചി, പൊതുവാൾസ്യാർ പൊതുവാള് പൊതുവാൾസ്യാർ, പൗരൻ പൗരി, സിംഹം സിംഹി. ദെൻ യോഗി, വാര്യർ, ക്ഷത്രിയൻ, ഇടയൻ, മനുഷ്യൻ, മാതുലൻ, ശിവൻ. യോഗി യോഗിനി, വാര്യർ വാര്യസ്യാർ, ക്ഷത്രിയൻ ക്ഷത്രിയാണി, ഇടയൻ ഇടയത്തി, മനുഷ്യൻ മനുഷി. മനുഷ്യൻ എന്നറിയുന്നത് പുല്ലിംഗമാണ് വരുന്നത്. സ്ത്രീലിംഗമാകുമ്പോൾ മനുഷി. മാതുലൻ മാതുലാനി, ശിവൻ ശിവാനി. അപ്പോൾ യോഗി യോഗിനി, വാര്യർ വാര്യസ്യാർ, ക്ഷത്രിയൻ ക്ഷത്രിയാണി, ഇടയൻ ഇടയത്തി, മനുഷ്യൻ മനുഷി, മാതുലൻ മാതുലാനി, ശിവൻ ശിവാനി. ദെൻ സോമി, വേടൻ, ഭാഗിനേയൻ, പതികൻ, പിഷാരടി, സന്യാസി, വിതുരൻ. സോമി സോമിനി, വേടൻ വേടത്തി, ഭാഗിനേയൻ ഭാഗിനേയ, പതികൻ പതിക, പിഷാരടി പിഷാരസ്യാർ എന്നാണ്, സന്യാസി സന്യാസിനി, വിതുരൻ വിധവ. വിധവയുടെ പുല്ലിംഗം വിതുരൻ എന്നാണ്. അപ്പോൾ സോമി സോമിനി, വേടൻ വേടത്തി, ഭാഗിനേയൻ ഭാഗിനേയ, പതികൻ പതിക, പിഷാരടി പിഷാരസ്യാർ, സന്യാസി സന്യാസിനി, വിതുരൻ വിധവ. നെക്സ്റ്റ് ബ്രാഹ്മണൻ, പക്ഷി, ജനകൻ. ബ്രാഹ്മണൻ ബ്രാഹ്മണി, പക്ഷി പക്ഷിണി, ജനകൻ ജനനി. ബ്രാഹ്മണൻ ബ്രാഹ്മണി, പക്ഷി പക്ഷിണി, ജനകൻ ജനനി. വരാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സുകൾ കൊണ്ടുവരാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2024-25 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന് മുൻ വർഷങ്ങളും അതുപോലെ 2026 പുതിയതായിട്ട് ചോദിച്ചിട്ടുള്ള എതിർലിംഗ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മലയാളം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.